ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള വ്ളോഗാണ്. ചെറിയ മക്കള് രണ്ടുപേരും വീട്ടിലിരിക്കുന്ന ദിവസമാകുമ്പോൾ അവർ രാവിലെ മുതൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഏത്തപ്പഴം വാങ്ങിച്ചതിന്റെ തൊലിയൊക്കെ കറുത്ത് നന്നായിട്ട് പഴുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അതിനി ആരും കഴിക്കില്ലല്ലോ, അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ചെയ്യാന്നാ വിചാരിച്ചത്. 2-3 ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിയാലും ചിലപ്പോൾ തികയില്ല. പിന്നെ ഇങ്ങനെയാകുമ്പോൾ നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതാ ശർക്കര പാനി ഉണ്ടാക്കിയത് തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഏത്തപ്പഴം നന്നായിട്ട് അരിഞ്ഞ് അരച്ചൊന്നെടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ വേറൊരു വെർഷൻ. അപ്പോൾ അരച്ചെടുത്ത ഏത്തപ്പഴവും പാലും ഏലക്കാപ്പൊടിയും ഗോതമ്പ് പൊടിയും ശർക്കര പാനിയും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഉപ്പും കൂടെ ചേർക്കണേ. പിന്നെ ഞാനിതിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വെറുതെ ഇത് കുഴച്ച് വെച്ചിട്ട് ഉരുട്ടി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അത് നല്ല രസമാണ് കഴിക്കാൻ. പാല് ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് പിള്ളേർക്ക് വേറൊരു ടേസ്റ്റും കൂടെ കിട്ടും. അപ്പം എൻ്റെ ഹെൽപ്പർ വന്ന് അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, ഉപ്പ് നോക്കാനൊക്കെ വേണ്ടി. പിന്നെ ഒരു ചട്ടി വെക്കുക. എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇടാം. ചെറുതിടുന്നതാണ് കേട്ടോ നല്ലത്, കാരണം ഉള്ളു വേഗം വെന്ത് കിട്ടണമല്ലോ. പിന്നെ ഞാൻ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് എണ്ണ ഒഴിച്ചങ്ങ് കോരി എടുക്കുന്നില്ല. പിന്നെ വലിയ ബോളുകളാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങാനും പാടായിരിക്കും, സോഡാപ്പൊടിയൊന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ബോളുകളാക്കി ഞാൻ കൈയും കൊണ്ട് തന്നെയാണ് ഇട്ടത്. ഒന്നങ്ങോട്ട് തിരിഞ്ഞിട്ട് വന്നപ്പോഴേക്കും അത് കരിയാറായി കേട്ടോ, കാരണം തീ ശ്രദ്ധിച്ച് നിൽക്കണമായിരുന്നു. പാലൊഴിച്ചിട്ടുള്ളത് കൊണ്ട് വേഗം കരിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ പെട്ടെന്ന് ഞാൻ കോരി എടുത്തിട്ട് അടുത്ത ട്രിപ്പ് ഇടുകയാണേ. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ഓടി വന്ന് നോക്കുന്നുണ്ട് ആയോ എന്ന്. എപ്പോഴും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിലും പാലൊഴിച്ചുണ്ടാക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ശനിയാഴ്ചയാണെങ്കിലും മൂത്ത മോന് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ക്ലാസ് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഞാനിത് കൈ കഴിക്കാൻ കൊടുത്തപ്പോൾ വായി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് ഒന്ന് കടിച്ചിട്ട് അങ്ങ് പോയി. പിന്നെയും ഞാൻ വിളിക്കുകയാണ്, കാരണം പൊതുവേ അവന് പഴം ഇഷ്ടമല്ല. എങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേർ തീർക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് മാറ്റി വെക്കുകയും കൂടെ ചെയ്തു കേട്ടോ. ഇനി അവൻ ഫ്രഷായി വരുമ്പോഴും ഹസ്ബൻഡ് വരുമ്പോഴും ഒക്കെ കൊടുക്കണമല്ലോ. പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. എടുത്ത പാത്രങ്ങളൊക്കെ വേഗം തന്നെ കഴുകി വെക്കാവേ. പിന്നെ മോനൊരു കോഫിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങണം ബാക്കി പണിക്ക് വേണ്ടി. ഇന്ന് രാവിലെ എന്ന് വെച്ചാൽ മക്കളെ കുറച്ച് സമയം പഠിപ്പിച്ചായിരുന്നു കേട്ടോ. പിന്നെ എക്സാമൊക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പാട്ടൊക്കെ പഠിപ്പിക്കണമായിരുന്നു. അങ്ങനെ കുറേ സമയം അവരുടെ കൂടെ അങ്ങ് പോയി. പിന്നെ ഇവർ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അകത്തുള്ള പണികൾ കുറച്ച് ചെയ്യുന്നതാണ് നല്ലത്, കാരണം എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് മുഴുവൻ നിരത്തുമല്ലോ. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ തുണികളെല്ലാം കുറേ മടക്കാനും ഒതുക്കാനും ഉണങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ചെരുപ്പൊക്കെ കഴുകി വെച്ചു. അങ്ങനെ ഓരോരോ ജോലികളായിരുന്നു. മോളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എൻ്റെ കൂടെ കൂടിക്കോളും കേട്ടോ. പക്ഷെ മോനിങ്ങനെ കളിപ്പിച്ച് നടക്കുകയാണേ. ഒന്നും ചെയ്യത്തില്ല. അയ്യോടാ, അതിന് വായി അതില്ലേ അമ്മ ആ
തൂത്തുകൊണ്ട് നിന്നപ്പോൾ വലിയ കാറ്റാണ് കേട്ടോ വീശിയത്. തൂത്ത് വാരിയിടത്തേക്കെല്ലാം വീണ്ടും കരിയില വീണു. രണ്ടാമത് പണിയായി. പക്ഷെ മഴയൊന്നും പെയ്തില്ല. ആ കാറ്റോട് കൂടി അതങ്ങ് പോയി. മോളാണ് കേട്ടോ കരിയിലയുടെ ഇടയിൽ നിന്ന് ആ തുമ്പിയെ കണ്ടുപിടിച്ചത്. അതിന് പറക്കാൻ വയ്യാതെ ചിറകിന് എന്തോ പറ്റിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് ഇല കയറിയിരുന്നത്. മോനാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഭയങ്കര പേടിയാട്ടോ. അതിന്റെ അടുത്തേക്ക് പോലും വരുന്നില്ലായിരുന്നു. ഇപ്പൊ അവർ രണ്ടുപേരും ഭയങ്കര കളിയാണ് കേട്ടോ പുറത്ത് നിന്നിട്ട്. ആ സമയത്ത് വേഗം ഒന്ന് തൂത്തുവാരി തുടച്ചിടാന്ന് വിചാരിച്ചു, വിളക്ക് എത്തിക്കുന്നതിന് മുന്നേ. ഇന്നിനി രാത്രിയിലത്തേക്ക് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തിയൊക്കെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. നേരത്തെയൊക്കെ മിക്കവാറും ചപ്പാത്തി രാത്രിയിൽ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ പിള്ളേരെ പഠിപ്പിക്കലും അങ്ങനത്തെ കുറെ പണിയൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം ആ പരിപാടി ഭയങ്കര മടുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ രാവിലെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചേക്കും വൈകിട്ടത്തേക്കും കൂടെ. കാരണം പിള്ളേർക്ക് ചപ്പാത്തി നല്ല ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് രാവിലെ ഉള്ളിക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാനൊരു സ്പെഷ്യൽ കറി മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. സ്പെഷ്യൽ എന്ന് വെച്ചാൽ പനീറാണ് കേട്ടോ. പനീർ കറി ഞാൻ അങ്ങനെ തന്നെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഇവിടെ പനീർ അങ്ങനെ വാങ്ങിക്കാറില്ല. അത് മധുരമുള്ള കറിയാണെന്നാണ് പറയുന്നത്. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചി വന്നപ്പോഴാണ് ഒരു തവണ ഉണ്ടാക്കിയത്. അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും പിള്ളേർക്ക് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം മോൻ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു പനീർ കറി ഉണ്ടാക്കി തരുമോ അമ്മയെന്നൊക്കെ. വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ. സൂപ്പർ കറിയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നേ. ഇനിയിപ്പോൾ മക്കളെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അവരെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം, അങ്ങനെ കുറേ പരിപാടിയും കൂടി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വൈകിട്ടത്തെ കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ രാവിലെ അവരെ കുറച്ച് സമയം പഠിപ്പിച്ചതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അങ്ങനെ കളിച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് കിച്ചൺ ടവലൊക്കെ അവിടെ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും കൂടെ ഒന്ന് കഴുകിയിട്ട് മോപ്പൊക്കെ ഒന്ന് കഴുകി പിന്നെ അകത്തേക്ക് കയറി രണ്ടുപേരെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാൻ നോക്കുമായിരുന്നേ. രണ്ടും കൂടെ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയല്ല കളിയാണ്. എനിക്ക് ഒന്നിനും നിന്ന് തരുന്നില്ല. പേൻ ചെയ്യാൻ വേണ്ടി മോളെ കുറച്ച് നേരം ഒന്ന് പിടിച്ചിരുത്തുകയൊക്കെ ചെയ്തേ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരെയും കൊണ്ടുപോയി കുളിപ്പിച്ചു. കുളിപ്പീരൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കുമാണ് ഹസ്ബൻഡ് വന്നത്. ഇന്നപ്പോൾ വരാൻ കുറച്ച് ലേറ്റായി കേട്ടോ. വൈകുന്നേരമാണ് മോന് ട്യൂഷൻ ഉണ്ടായിരുന്നത് മൂത്തയാൾക്ക്. അപ്പോൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് അവനിങ്ങനെ റെഡിയായി നിൽക്കുമായിരുന്നു. വന്നിട്ട് ഇറങ്ങി അകത്തേക്ക് കയറി പോലും ഇല്ല. അതുവഴി തന്നെ മോനെ കൊണ്ട് വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് വേഗം അങ്ങ് പോയി. അപ്പോൾ പിള്ളേരാണെങ്കിൽ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി ചെല്ലുവേ. രണ്ടാമത്തെ ആൾ കളിക്കാൻ വേണ്ടി സൈക്കിൾ ചവിട്ടി അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം മോളും പോവാണ് ആ പുറകെ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ആമയെ കണ്ടു എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ബഹളം വെച്ച് വന്നു കേട്ടോ. അമ്മ അപ്പോൾ പോയി നോക്കിയിട്ട് വരികയാണ് ആമയാണോ വെറുതെ പറയുന്നതാണോ എന്ന്. പിന്നെ ആ പുറകെ ഞാനും കൂടെ പോയി നോക്കി കേട്ടോ. സത്യത്തിൽ ഇവരുടെ ബഹളം കേട്ട് അത് പേടിച്ചിരിക്കുന്നത് പോലെയാ തോന്നിയത്. അവിടെ ചെളിവെള്ളം കിടപ്പുണ്ടായിരുന്നു. അവിടുന്ന് എഴഞ്ഞെഴഞ്ഞാണ് അത് സൈഡിലേക്ക് വന്നതെന്ന് ഇവർ പറഞ്ഞത്. ഞങ്ങൾ പിന്നെ ആമയൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ നിന്നിട്ടാണ് വന്നത്. പിള്ളേരൊന്നും വരണ്ടേ. വന്നപ്പോഴേക്കും അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയ സ്നാക്സ് ഒക്കെ കൊടുത്തു. അപ്പം ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴാണ് പനീറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പനീറും നട്ട്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്രീമൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അതിന് പകരം പാലാണ് ചേർക്കുന്നത്. പിന്നെ ആദ്യം തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് പനീർ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് വെക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത് കൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഈ പറയുന്നത്. രണ്ട് സൈഡും ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാം. ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ ബട്ടർ ഇട്ടിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളിപ്പഴം, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം തുടങ്ങിയവയെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. പൊടികളായിട്ട് ഇത്തിരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. രണ്ടുപേരും എൻ്റെ ഇടം വലം നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ശരിക്കും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ ചോദിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ നല്ല സ്മെല്ലുണ്ടെന്നൊക്കെ മോള് പറഞ്ഞു. പിന്നെ അവരെ ഒരുവിധം ഞാൻ അങ്ങോട്ട് ഇറക്കി വിട്ടേ. എന്നിട്ട് പടം വരയ്ക്കാനും ഒക്കെ കൊണ്ടിരുത്തി. അല്ലെങ്കിൽ പിന്നെയും അവിടെ കയറി നിന്ന് ഓരോന്നോരോന്ന് എടുക്കുകയും ശല്യം ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ എനിക്ക് വേഗമൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ വന്നിട്ട് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചു. അപ്പോഴേക്കും എന്താ അത് തണുത്തിട്ടുണ്ടേ. എന്നിട്ട് ഞാൻ അരച്ചപ്പോൾ കുറച്ച് പാലൊഴിച്ചാണ് കേട്ടോ അരച്ചത്. വീണ്ടും അതേ ചട്ടി തന്നെ വെച്ച് കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരിത്തിരി പട്ട, ഗ്രാമ്പു, പിന്നെ മുളക് പൊടി, ഗരം മസാല, ഒരു കളറിന് വേണ്ടിയാണ് വീണ്ടും മുളക് പൊടി ഇടുന്നത്. അത്രയും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മൂക്കും. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരിത്തിരി പാല് ചേർത്തായിരുന്നു. പിന്നെ ആ ജാറൊന്ന് കഴുകി ഒഴിക്കുമ്പോഴും ഒരിത്തിരി പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ കൂടെ ഒഴിച്ചു. എന്നിട്ടാണ് ഞാൻ കഴുകി ഒഴിച്ചത്. എന്നിട്ട് ആ പനീർ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അത്രേ ഉള്ളൂ. ഇതാ പനീർ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഇനി അരച്ചതും എടുത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ പാത്രങ്ങളുണ്ടല്ലോ, അതും കൂടെ വേഗം ഒന്ന് കഴുകി വയ്ക്കാം കഴിക്കുന്നതിന് മുന്നേ. അപ്പോൾ പിള്ളേരൊക്കെ കിടന്ന് ഭയങ്കര ബഹളമാണ് കേട്ടോ. പിന്നെ ഇപ്പോഴാണ് ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നത്. മോനെയും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി വേണം എല്ലാവർക്കും ആഹാരം കഴിക്കാൻ. അപ്പം മക്കൾക്ക് വിശക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാ കഴിക്കാൻ കൊടുക്കുകയാണേ. മോന് ഗ്രേവിയെക്കാട്ടിൽ പനീറാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മോൾക്ക് ചപ്പാത്തി പിച്ചി പിച്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനും കൂടെ കഴിക്കാനെടുത്തു. അമ്മ കുറച്ച് മുമ്പേ കഴിച്ചായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയാണ് കഴിക്കാനിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറേ സമയത്തേക്ക് ഇങ്ങനെ കഴിച്ച് സംസാരിച്ച് ടി വി ഒക്കെ കണ്ടങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ വേണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്